നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. SSLC +2 പരീക്ഷകളൊക്കെ ഇങ്ങെത്തി. പരീക്ഷാകാലം ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നത് സാധാരണ കാര്യമാണ്. മികച്ച മാർക്ക് നേടണം, റാങ്ക് നേടണം, നല്ല കോളേജിൽ അഡ്മിഷൻ നേടണം, ഇതിനെല്ലാം ഉപരി മറ്റുള്ളവരെക്കാൾ നല്ല മാർക്ക് വാങ്ങണം. ഇതൊക്കെയാണ് സാധാരണയായി മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ കാരണമാകുന്നത്. പഠനഭാരം കൂടുന്നതും സമയപരിധി കുറയുന്നതും ഈ ആശങ്ക ഏറെ വർദ്ധിപ്പിക്കാൻ പ്രധാന കാരണങ്ങളിലൊന്നാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചെറിയ തോതിലുള്ള സമ്മർദ്ദം വിദ്യാർത്ഥികളെ കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കാൻ സഹായിക്കും. എന്നാൽ അതിരു കടന്നാലോ അത് ദോഷകരമായും ബാധിക്കും. ഉറക്കക്കുറവ്, ക്ഷീണം, ആത്മവിശ്വാസക്കുറവ്, ഭക്ഷണ രുചിയിലുള്ള വ്യത്യാസം എന്നിവ പരീക്ഷാ സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളാകാം. ചിലർക്ക് തലവേദനയും മാനസിക അസ്വസ്ഥതയും അനുഭവപ്പെടാം. ഇതൊഴിവാക്കാൻ ക്രമബദ്ധമായ പഠനക്രമം തയ്യാറാക്കുന്നത് അത്യാവശ്യമാണ്. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഇടവേളകളെടുത്ത് പഠിക്കുക. ദിവസവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ലളിതമായ വ്യായാമവും ശ്വാസ വ്യായാമവും മനസ്സിനെ ശാന്തമാക്കാൻ ഏറെ സഹായിക്കും. സംശയങ്ങൾ അധ്യാപകരോട് തുറന്നു ചോദിക്കുക. സുഹൃത്തുക്കളുമായും ആശയവിനിമയം നടത്തുക. മാതാപിതാക്കളുടെ പങ്കും നിർണായകമാണ്. കുട്ടികളിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്താതെ പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ്. മാർക്ക് മാത്രമല്ല, കുട്ടിയുടെ ആരോഗ്യവും ആത്മവിശ്വാസവും സമാന രീതിയിൽ പ്രധാനമാണ്. ഒരു പരീക്ഷാഫലം ഒരാളുടെ ജീവിതം നിർണ്ണയിക്കുന്നില്ല. വിജയവും പരാജയവും പഠനത്തിന്റെ ഭാഗങ്ങളാണ്. ആത്മവിശ്വാസത്തോടെ ക്രമമായ തയ്യാറെടുപ്പിൽ മുന്നോട്ടു പോയാൽ പരീക്ഷയെ ഭയപ്പെടേണ്ടതില്ല.